ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 1 കപ്പ് നിറച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തതായിട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ, അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരുപാട് നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തിട്ടെടുക്കണം, എങ്കിലേ നന്നായിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ പത്തിരിക്കൊക്കെ മാവൊന്ന് യോജിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതും യോജിപ്പിച്ചെടുക്കുക. ആ ഒരു പരുവാണ് ഇതിനും വേണ്ടത്. അതുപോലെ ചപ്പാത്തിയും പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് പ്രയാസപ്പെട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 സബോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂട്ടിയെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ് ഇതുപോലെ 1/2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഇതുപോലെ മുഴുവൻ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും ഇട്ട് കൊടുത്തു. ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇത് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരാനുണ്ട്. ഒരു 5 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ തന്നെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു മസാലയുടെ ആ ഒരു എരിവും ഉപ്പും ഒക്കെ നമുക്കിതിലേക്ക് മുഴുവനായിട്ട് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് ആ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഡിസൈൻ ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെ ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറിയ കറിവേപ്പില ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ തയ്യാറാക്കുവാണ് എല്ലാതും. നമ്മളിതിൻ്റെ വക്ക് ഭാഗം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്നും നന്നായിട്ട് ഒട്ടിയതിന് ശേഷം പുറത്തോട്ട് പോകത്തുമില്ല. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ഒരു മാവിലും ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ഇതുപോലെ ഹോളുള്ള പരന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതേപോലെ കൊള്ളുന്നത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഓരോ ട്രിപ്പായിട്ട് ഞാനിവിടെ വേവിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ തന്നെ നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൗതുകത്തോടെ നല്ല ഇഷ്ടത്തോടെ അവർ കഴിക്കുന്നതാണ്. ഇതിൽ ആ ഒരു ഫില്ലിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.